സനാതൻ ഗോസ്വാമി എന്താ പറഞ്ഞത്? ഞാൻ ഏറ്റവും നീച കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അധമ വ്യക്തികളാണ്. അവർക്കാർക്കും ഭക്തിയിൽ താല്പര്യമില്ലാത്തവരാണ്. എനിക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞൂടാ എന്താണ് എൻ്റെ നന്മയ്ക്കുള്ള കാര്യമൊന്നും. എൻ്റെ ആധ്യാത്മിക പുരോഗതി എന്തിലൂടെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും എന്നെ എല്ലാവരും പണ്ഡിതനായിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പാണ്ഡിത്യം കൊണ്ടൊന്നും എനിക്ക് ഒരു പ്രയോജനമില്ല. ഞാനും തെറ്റിദ്ധരിക്കുന്നു ഞാൻ വലിയ പണ്ഡിതനാണെന്ന്. പക്ഷെ അങ്ങയുടെ കാരുണ്യത്താലാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. അന്നേരം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ഉന്നതരാണെന്ന് ചിന്തിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ, ബഹുമാനം, ബഹുമതി, ചുറ്റുപാടുമുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇതാണ് നമ്മുടെ അസ്തിത്വം നമ്മൾ കരുതുന്നു. പക്ഷേ മരണത്തോടു കൂടി ഇതെല്ലാം തീരാൻ പോവുകയല്ലേ. എന്നാൽ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കണം. എന്നാൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു അത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ പറയുക, പക്ഷെ ഭഗവാന്റെ ഭക്തനായിട്ടിരിക്കുകയാണല്ലോ ചൈതന്യ മഹാപ്രഭു. എന്നാൽ ആ ഒരു ഭാവത്തിൽ ഇരുന്നു കൊണ്ട്, പിന്നെ ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിയുടെ ഗുരുവും കൂടെയാണ്. എന്നാൽ ആ ഗുരുവിൻ്റെ സ്ഥാനത്തും കൂടെ നിന്നുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുകയാണ്, നിനക്ക് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കിട്ടി, അതുകൊണ്ടാണ് നിനക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ത്രിവിധ ക്ലേശങ്ങൾ നിന്നെ ഒരിക്കലും ബാധിക്കുന്നില്ല. കാരണം നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സാധു എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതേപോലെയാണ് നീ ചോദിച്ചിരിക്കുന്നത്. നിനക്കെല്ലാം അറിയാം, പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് പ്രേരണ ലഭിക്കാനും കൂടുതൽ ഭഗവാനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നീ ഇത് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞു. അന്നേരം ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. സനാതൻ ഗോസ്വാമിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഭഗവാന്റെ തന്നെ പാർഷദനാണ്. പക്ഷേ നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് എപ്പോഴും നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കണം, ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അത് നമ്മുടെ സംശയങ്ങൾ എങ്ങനെയുള്ള സംശയങ്ങളായിരിക്കണം? നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള സംശയങ്ങളായിരിക്കും.